എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നതാടാ? അതായത് ഞാൻ ഇങ്ങനെ ഒരു അമ്പ് വിട്ട് കഴിയുമ്പോ അമ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോ 10 അമ്പായിട്ട് പോകണം, പിന്നെ 100 അമ്പായിട്ട് പോകണം, പിന്നെ 200 അമ്പായിട്ട് പോകണം. പ്രതീക്ഷേ, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അമ്പയത്താണ്, അല്ലാതെ ഗ്രാഫിക്സ് അല്ല. മനസ്സിലായോ? പിന്നെ ചില കാര്യങ്ങളൊക്കെ പറ്റുമോ? എന്നെപ്പോലുള്ള ഇതൊരു തപസ്യായി പറ്റൂലേ? എനിക്ക് പറ്റാത്ത കേസില്ലല്ലോ, ഞാൻ നിന്റെ ഉസ്താദല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും ഇവിടെ പ്രാക്ടീസ് നിൽക്കുമ്പോ, ചേട്ടാ ഉച്ചയ്ക്ക് കറി വെക്കാൻ പച്ചക്കറിയൊന്നുമില്ല, കുറച്ച് സാമ്പാർ കിറ്റ് മേടിച്ചിട്ട് വരാവോ? എനിക്കൊന്ന് പോകാൻ സമയമുണ്ടോ? ഒന്ന് നോക്കിയാലും ഞാൻ നല്ലൊരു അമ്പ് നോക്കിയെടുത്ത് ഒരൊറ്റ വിടിയില്ല. ഈ അമ്പ് ചെന്ന് പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇവിടെ വരും. ഞാൻ ചോദിച്ചോട്ടെ, അമ്പാണോ അതോ ഓട്ടോയാണോ? ഓട്ടോ. നിങ്ങളല്ലേ കോച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കും സൈലന്റ് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോ അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ പിന്നല്ലാതെ എനിക്കൊരു ആഗ്രഹം. എന്താണ്? ഈ തല കുത്തി നമ്പൂടാൻ പറ്റുമോ? നിനക്കൊരു നിവർത്തിയില്ലല്ലേ? തലകുത്തി നായറ കയ്യിലുള്ള അമ്പ് നേരെ വിടാൻ നോക്കാം, എന്നിട്ടല്ലേ തലകുത്തി അമ്പ് വിടാം. അല്ല, ഇവൻ പറഞ്ഞല്ലോ അപ്പൊ കോച്ച് തലകുത്തി നമ്പ് വിടും. ഞാൻ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. ഞാൻ പണ്ടൊരു അമ്പ് വിട്ടിട്ട് ഇപ്പോഴും അത് എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ആര് പറഞ്ഞു? ആ അമ്പിന്റെ ഒരു ചായയുള്ളൊരു കൊച്ചമ്പ് ഇപ്പോഴും ആ തൃശ്ശൂർ അംഗനവാടി പഠിച്ചോണ്ട്. ഇതെന്താണ് എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ നീ എന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. കണ്ടിട്ടില്ല, കേട്ടോണ്ടിരിക്കുവല്ലേ. മോനെ വെച്ച് സംസാരിക്കണം. ഈ അമ്പിന് മോനെ ഉണ്ടല്ലോ, അതാണ്. അതായിരിക്കും. അതെ, ഒരു വഴി നിന്നെ കുറിച്ച് എന്റെ ശിഷ്യം പഠിപ്പിക്കും. ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. 50 വിട്ടിട്ട് വരാന്നോ? 50? നിങ്ങളല്ലേ പറഞ്ഞ 50 വിട്ടിട്ട് വരാന്ന്? പറഞ്ഞില്ലേ അങ്ങനെ? ഇടാ 50 അല്ല, ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. ഇപ്പൊ എന്തിനാണ് ഉച്ചക്ക് 50 വിടുന്നത്? എന്തിനാണ്? എനിക്ക് ഊണ് മുമ്പ് 50 വിടണം. അതോ എനിക്ക് വരൂ. ഇതാണ് വില്ലൻ, ഇതാണ് അമ്പ്. അയ്യോ, എനിക്കറിയാം, ഞാൻ TV കണ്ടിട്ടുണ്ട്. കോച്ചേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു ആവനാഴിയിൽ എത്ര അമ്പ് കാണും കോച്ചേ? ഉള്ളാണ് 12 ബെഗ്, പൈനാണ് 6 ബെഗ്. എന്നാ പറഞ്ഞേ? പെഗിന്റെ കാര്യം പറഞ്ഞേ? കായിക താരങ്ങൾ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അറിയാൻ പാടില്ലേ? ലഹരി മുക്തമാണ് കായിക താരങ്ങൾ, മനസ്സിലായോ? അല്ല, കോച്ചപ്പ് പറഞ്ഞു 12 പെഗ്ഗെന്ന്. പെഗ്ഗെന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഒരാവനാഴിയിൽ 12 അമ്പ്, ഒരു ഡസൻ അമ്പേ വരുള്ളൂ. അതാണ് പറഞ്ഞത്. കോച്ചെ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ഞാൻ നൈസായിട്ട് അമ്പ് വിട്ടോട്ടെ? പള്ളി പോയി പറഞ്ഞാൽ മതി. നിനക്ക് അടിക്കണമെങ്കിൽ നീ കാശ് മുടക്കി മേടിച്ചോണ്ട് വരണം. എന്റെ കാശ് മുടക്കി മേടിച്ച് അടിക്കാൻ പറ്റത്തില്ല. അവൻ ഇത് കുടിക്കണ കാര്യമല്ല പറഞ്ഞത്, അമ്പ് വിടണ കാര്യമാണ് പറഞ്ഞത്. ഞാനും അതന്നെ പറഞ്ഞത്. നിനക്ക് അമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല. പിന്നെ നീ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതിന് ചില രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്താണ് ചടങ്ങ്? എന്താ പറയൂ, കേക്കട്ടെ. ദക്ഷിണ കാശിയ. അത് പറ. അപ്പൊ ഇവിടെ സ്പോർട്സ് മാത്രമല്ല, ആർട്സും ഉണ്ട്, ക്ലാസിക്കൽ സംഗീതം. പറഞ്ഞു കൊടുക്കാൻ അതല്ലെന്ന്. പിന്നെ ദക്ഷിണ കാശിത. അയ്യോ, ഞാൻ അത് മറന്നുപോയി. കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. പിടിച്ചേ. വെറ്റില, അടയ്ക്ക, അതുപോലെ തന്നെ വെള്ളി രൂപ. അപ്പൊ നിനക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ മതിയോ? അങ്ങനെ ചോദിച്ചേ? വെള്ളി രൂപ വെച്ചുകൊണ്ട് ചോദിച്ചാ 500 നോട്ട്. ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ട്. 500 വെച്ച ഗോൾഡ് കിട്ടും. ഇവനെയൊക്കെ എങ്ങനെ ഒളിമ്പിക്സ് സെക്രട്ടറി ആര് വിടണം ഇവനെ? 500 രൂപ പിടിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ 50 തന്ന കോഴിയുടെ ഉടമസ്ഥ മറ്റേ രമണിക്ക് കൊടുത്തേക്കണം. ആടിനെ പിന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇല്ലല്ലോ. എല്ലാ സമയത്തും അമ്പയത്ത് എപ്പോഴും ഉണ്ടോ? അമ്പയത്ത് എപ്പോഴും ഇല്ല. ഇല്ല, മത്സര സമയത്ത് മാത്രമേ. അപ്പൊ ഈ ഓഫ് സീസണിൽ നിങ്ങൾ എന്നാ ചെയ്യണേ? എന്താണ് അതാ ഞാൻ ചോദിച്ചത്? ഓഫ് സീസണില് ചെയ്യണം. 1 2 3 4. ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ. ചാരുത്ത കാരുണ്യ ഇതെന്താണ് സംഭവം? എന്താണ് അമ്പയത്ത് പഠിപ്പിക്കുന്ന? ഇതെന്താ സംഭവം? എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഇത് വിൽപ്പാട്ട്. മൾട്ടിപർപ്പസ് എക്യുപ്മെന്റ്സ് ആണ് ഇരിക്കുന്നത്. മനസ്സിലായില്ല. അങ്ങോട്ട് വെച്ചാൽ ആർട്സ്, ഇങ്ങോട്ട് വെച്ചാൽ സ്പോർട്സ്. എന്ന് വെച്ചാ അങ്ങോട്ട് വെച്ചാൽ അമ്പയത്ത്, ഇങ്ങോട്ട് വെച്ചാൽ വിൽപ്പാട്ട്. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു കലയാണിത്. അച്ഛൻ വിൽപ്പാട്ടാണോ? അച്ഛൻ വിൽപ്പാട്ടൊന്നുമില്ല, അച്ഛൻ ഐറ്റം വേറെ. അത് ഫ്ലവേഴ്സിലൊരു പരിപാടിയല്ല, ഐറ്റം വേറെ. ഇത് ഐറ്റം വേറെ, ഇത് അച്ഛൻ ഐറ്റം വേറെ. അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛനെ വീട്ടിലൊന്നും വന്നാൽ കാണാൻ പറ്റത്തില്ല, ഫുൾ ടൈം ആറ്റിലായിരിക്കും. ആറ്റിമീനാണോ അച്ഛൻ? എന്റെ അച്ഛൻ നീന്തൽ താരമായിരുന്നു, ഒളിമ്പ്യനാഥം. നീന്തൽ താരാണോ? പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ വരും. ഇറങ്ങില്ലെങ്കിൽ ഗോൾഡും കൊണ്ടേ പോകും. അമ്മയുടെ കഴുത്ത് കിടങ്ങണ ഗോൾഡും പറിച്ചിട്ട് പോകും, എവിടെയെങ്കിലും പണയം വെക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ പറയണത്. എങ്ങോട്ട് ഞാൻ ഗോൾഡ്. അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ? എടാ, അച്ഛനെന്ന് പറഞ്ഞാൽ
1987 ഒളിമ്പിക്സ്. 87 ഒളിമ്പിക്സ് ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലില്ല. അന്നാ 1988 ഒളിമ്പിക്സ്. 88 ഒളിമ്പിക്സ് ഇല്ല. എന്നാ നീ പറ ഏതില്ല ഒളിമ്പിക്സ്? 89 ഒളിമ്പിക്സ്. 89 വിട്ടു തന്നിരിക്കുന്നു. 89 അമേരിക്കയിലെ ഒളിമ്പിക്സ്. അമേരിക്കയിലല്ല 89 ഒളിമ്പിക്സ്, റഷ്യയിലാണ്. ശരി, വർഷവും രാജ്യവും നിനക്ക് തന്നിരിക്കുന്നു. കഥ ഞാൻ പറയും. അതെയോ? ആ കഥ ഞാൻ പറയും. അതെന്റെ അവകാശം, ഞാൻ പറയും. അമേരിക്കൻ ഒളിമ്പിക്സിൽ അച്ഛൻ നീന്തലല്ലേ? പിന്നെ നീന്തൽകാരല്ലേ? നീന്തൽ താരം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് എടുത്തങ്ങ് ഇറങ്ങി. എണ്ണയോ? അതാറ് എണ്ണയല്ലെന്ന്. പിന്നെ എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങോട്ട് ഇറങ്ങി. നീന്തൽ സ്യൂട്ട്, സ്വിമ്മിംഗ് സൂട്ട് വിട്ട് ഇറങ്ങി. നീന്തൽ കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ആരൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലൊവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരോട് എല്ലാം പുലികള്. അപ്പൊ അച്ഛനോ? അച്ഛൻ സിംഹല്ലേ? ആദ്യത്തെ ഫിസിലിന്റെ ഡൈവിംഗ് ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിലേക്ക്. ആ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അപാര ഡൈവിംഗ്. അച്ഛൻ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും കടത്തിവിട്ടു. അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹർഷാരവം. അച്ഛൻ ഒറ്റ ഡൈവിംഗ്. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ചെയ്യാത്ത ഡൈവിംഗ് അച്ഛൻ. എന്നെ ഭയങ്കര ഡൈവിംഗ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് ഗോൾഡ് മാത്രമല്ല റെക്കോർഡും തകർത്തിട്ട് അച്ഛൻ വരൂ. ഞാൻ ഓടി. അല്ല, ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയും തുറത്തി രാഷ്ട്രനാഥി ഇട്ട് കൊടുക്കണ്ടേ? അതിന്റെ പനി പിടിക്കും പുള്ളി. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് ഇങ്ങനെ അച്ഛൻ വണ്ണം നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാ തിരിയാലത്തെ സകല രാജ്യക്കാരും നീന്തി കയറിപ്പോയി. പറഞ്ഞാ തിരിയുന്ന ശ്രീലങ്കക്കാരൻ ഡിസീവ്സ വരെ മലമ്പോട്ട് വിട്ട് കയറിപ്പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. എനിക്കറിയാമോ, അങ്ങനെ അപ്പായി പോയി. ഞാൻ ഓടിപ്പോയി ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു. ഒരാൾ ചാടിയിട്ട് വന്നിട്ടില്ല, എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് തന്നെ ഉണ്ട്. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടോർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ്ങ് പറ്റിച്ചു. പറ്റിച്ച് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഈ തന്തപ്പടി ആ ചാടിയ ചാട്ടത്തിന് താഴത്തെ ടൈലെ തല അടിച്ചത് ഇങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റഷ്യയിലൊക്കെ ജില്ലാ ഹോസ്പിറ്റൽ എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ആ അവിടെ പിന്നെ ഒരു ഗുണമുണ്ടായി. ആ ചാട്ടം കൊണ്ട് ഒളിമ്പിക്സിനൊരു ഗുണമുണ്ടായി. ഒളിമ്പിക്സിന് എന്നാ ഗുണമുണ്ടായി? ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ, ആ എംബ്ലം വരുന്ന പിറ്റേ ഒളിമ്പിക്സിൽ ലോഗോ. ഒറ്റ ചാട്ടത്തിൽ ലോക കയറി വ്യക്തിയാണ് എന്റെ അച്ഛൻ. അതെ, ഞാൻ നിങ്ങളുടെ കഥ കേട്ടോണ്ട് കാര്യമില്ല. നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ടി വന്ന് പഠിപ്പിക്കണം. നീ ഇതെടുക്കും, വിൽസ് എടുക്കൂ. ബംഗാളി ബീഡിയാണ് തരാം. ബംഗാളി ബീഡിയോ? വിൽസ് ഞാൻ വലിക്കത്തില്ല. പുക വലിക്കുന്ന കാര്യമാണ്. ബംഗാളി ബീഡിയാണെങ്കിൽ നല്ല പുകയായിരിക്കും. ഈ സാധനം എടുക്കാനാ പറഞ്ഞത്. ഏത് സാധനം? ഇത് ഇരിക്കണം വില്ല്. ആദ്യം പറഞ്ഞപ്പോ വിൽസ് എന്നാ പറഞ്ഞത്. പല്ലിന്റെ വിടവെള്ളം കൊണ്ട് കയറി വന്നതാണ്. നീ അത് എടുത്തേ. നീ എടുക്കാം. അമ്പെടുക്കുക. അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നെ. ഞാൻ എടുക്കാം. നേരെ നിൽക്കൂ. 5 വിരൽ പെരുവിരൽ മടക്കി 4 വിരൽ കൊണ്ട് ബാണമെടുത്ത് ഞാൻ തൊടുത്ത് വലിക്കൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. വിട്ടോട്ടെ ബാഹുബലി. ബാഹുബലിയോ? ഞാൻ കണ്ടായിരുന്നു സിനിമ. 10 സെക്കൻഡ് കണ്ടതാ. ഇവരെല്ലാ സിനിമയും കണ്ടു നമ്മുടെ 5 ഡയലോഗും മുടിക്കാൻ വന്നേക്കും. എടാ, നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കണം. നോക്കിയോ? പ്രതീക്ഷ കിളിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കിളിയുടെ എന്തെല്ലാം കാണുന്നു? കിളിയുടെ കാല് കാണുന്നു. ഓക്കെ. ചുണ്ട് കാണുന്നു. അതുപോലെ വാല് കാണുന്നു. പിന്നെ ചിറക് കാണുന്നു. 4 കണ്ണ് കണ്ണെന്ന് പറയാൻ വലിച്ചോണം കേട്ടോ. എടാ, കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് കിളിയോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിരുന്ന കാര്യം എനിക്ക് വയ്യ. എനിക്ക് ചിരിക്കാത്ത കാര്യം പറ. എടാ, നിന്റെ കണ്ണ് കൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? എന്റെ കണ്ണ് കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ. കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും? എടാ, നിനക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? അത് കിളിയോട് ചോദിക്കുമോ? പല്ലിറുമാതെ പറ. എന്തോന്ന് നിന്റെ പൊന്നു പ്രതീക്ഷ? നിനക്ക് കിളിയുടെ കണ്ണ് കാണാവോ? കാണാം. അവിടെ നിക്ക്. അതങ്ങൾ കേട്ടോ. കിളിയുടെ കണ്ണ് ഇപ്പൊ നിനക്ക് കാണാം. ഇനി കണ്ണടച്ച് നോക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? കൂറ്റിട്ട് എങ്ങും അന്ധകാരം. എടാ നാടകം നടാ. കൂറ്റാക്കിട്ട് എങ്ങനെ ആണ്ട
രണ്ടു കണ്ണു അടച്ചോ? അടച്ചു. എടാ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണു കൊണ്ട് നോക്കാം. എനിക്കൊരു വിഷയമുണ്ട്, ഒരു കണ്ണടച്ചാൽ മറ്റേ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. ആണോ? ജന്മന ഉള്ളത്. എന്റെ പൊന്നും പ്രതീക്ഷ നിന്റെ കണ്ണടയാതെ ഇത് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ കത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. കത്ത് കഴിഞ്ഞു നിങ്ങളല്ല പറഞ്ഞ എന്റെ കണ്ണടയാണ് പഠിക്കണം. വ്യക്തമായിട്ട് പറയൂ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? അമ്മയത്ത് പഠിപ്പിക്കാൻ. ഇവനെല്ലാം പറഞ്ഞു. എടാ നീ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കിളിയെ നോക്കും. അങ്ങനെ ഞാൻ നോക്കിയല്ല. അതിനാ പണ്ട് ഞാനൊരു 32 വയസ്സുള്ള ഒരു കിളിയെ മറ്റേ കണ്ണിലൂടെ നോക്കി. ഭയങ്കര വിഷയം. നീ ഒരു കോപ്പം മരിക്കണം. നീ പൊക്കോ. ഞാൻ ഈ പരിപാടി ഒരു മാസത്തേക്ക് നിർത്തി വെച്ചു. അങ്ങനെ പറയില്ല. പോലെ മണ്ടനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. ഞാൻ അങ്ങനെ പറയരുത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. പറയണ ഒളിമ്പിക്സ് ഇവൻ എവിടെയെങ്കിലും പോയി ചാവട്ടെ. ഇങ്ങനെ പറഞ്ഞേ. എനിക്ക് ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മേടിക്കണം. എന്തെങ്കിലും ചെയ്തിട്ടാ എനിക്ക് ഗോൾഡ് മെഡൽ മേടിക്കണം. ഞാൻ നോക്കിട്ട് ഇനി ഒളിമ്പിക്സിൽ നിനക്ക് മേലെ മേടിക്കാൻ ഒറ്റ വഴി ഞാൻ കാണുന്നുള്ളൂ. ഒളിമ്പിക്സിൽ 2 എണ്ണം കൂടി ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെ ഐറ്റാണ്? ഒന്ന് സുന്ദരിക്ക് പൊട്ടുതരി, ഒന്ന് കലം തല്ലി പൊട്ട്. ഈ 2 ഉൾപ്പെടുത്തിയാൽ നിനക്ക് മെഡൽ ഉറപ്പ്. പിന്നല്ലാതെ Rega, rega, maga, 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 rega, rega, rega.